ഉണക്കമുന്തിരി വെച്ചുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 100 ഗ്രാം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അത് കഴുകി തുണിയിൽ വെച്ച് ഒപ്പി ഈർപ്പം കളഞ്ഞെടുത്തതാണ്. വെയിലത്ത് വെച്ച് ഉണക്കിയും എടുക്കാം. പിന്നെ നമുക്ക് വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് 5 എണ്ണം വേണം. അതും ഒന്ന് കഴുകി ഉണക്കി എടുത്താൽ നല്ലതാണ്. ഇനി ഇത് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കണം. ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് വറ്റൽ മുളക് ആദ്യം ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മൾ പായസത്തിനൊക്കെ വറുത്തിടുന്നത് പോലെ അതൊന്ന് ബൾജ് ചെയ്ത് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ മുന്തിരിയും വീർത്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കണം. നല്ലോണം തണുത്തതിന് ശേഷം ഉണക്കമുളകും മുന്തിരിയും കൂടി മിക്സി ജാറിലേക്ക്, ചട്നി ജാറിലിട്ടാൽ മതി, മാറ്റാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മധുരവും എരിവും ഉപ്പും എല്ലാം കൂടിയ ഒരു ചമ്മന്തിയാണ്. ഇതിന് കുറച്ച് പുളിയുടെ ഒരു കുറവുണ്ട്. അപ്പം നമ്മളതിനെ 1/3 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആണെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ്, അത്രയും മതി, കൂടിപ്പോകരുത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിക്കറിക്കും അതേപോലെ തന്നെ ഡേറ്റ്സ് പിക്കിളിനും ഒക്കെ സമമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ചേർന്നൊരു ചമ്മന്തിയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ തൈര് സാദം അതിനൊക്കെ കൂട്ടാം. പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ആണെങ്കിൽ ഇതൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാം. ചപ്പാത്തിക്ക്, ഉപ്പുമാവിന് എല്ലാത്തിനും കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇപ്പോൾ നമ്മൾ ചട്നി റെഡിയാക്കി കഴിഞ്ഞു. ടേസ്റ്റ് ഒന്ന് നോക്കാം. എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു കോമ്പിനേഷൻ. ടേസ്റ്റിയാണ്. ഇത് നാളത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആകും. നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നത്, പക്ഷെ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. നാരങ്ങ നീരൊക്കെ ഇതിലൊന്നും മിക്സായി വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. 3-4 ദിവസം ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാം. അത് കഴിയുമ്പോഴേക്കും ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.